you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. ഞാൻ ഓക്കെ അല്ലെങ്കിലോ നീ പറഞ്ഞ കാര്യത്തിന്? ആ വന്നു. ഞങ്ങൾ പറഞ്ഞ എന്ത് കാര്യത്തിന്? അല്ല ഞങ്ങളെന്താ പറഞ്ഞേ നീ കേട്ടോ? എന്നിട്ടാണോ നീ വന്ന് വലിയ ഡയലോഗ് അടിക്കുന്നത്? ആ പിന്നെ ഇല്ല, നിങ്ങളെന്ത് പറഞ്ഞാലും അതിന് ഞാൻ ഓക്കെ അല്ല. നിങ്ങളെന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ അതിന് ഓക്കെ അല്ല. അതിന് നിൻ്റെ ഓക്കെ ആർക്ക് വേണം? ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം കേട്ടോ. നിൻ്റെ സമ്മതം വേണമെന്നില്ല, മനസ്സിലായോ? ഇതേ കണ്ടോ കാശി, ഞാൻ എത്ര ഇന്നസെൻ്റ് ആയിട്ടാണ് നിങ്ങളോടൊന്ന് സംസാരിച്ചേ, എന്നിട്ട് അവൻ എന്നോട് പെരുമാറുന്നുണ്ടോ? എന്തൊരു ദേഷ്യം അവൻ എന്നോട്. ഞാനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? ഇല്ലല്ലോ. അതെ, എനിക്ക് നിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പിന്നെ നീയായിട്ട് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ നീ എന്ത് കാണിച്ചാലും നീ എന്ത് പ്ലാൻ ചെയ്താലും അതിലൊന്നും ഞാൻ ഇടപെടാൻ വരില്ല. പക്ഷേ കാശി എന്ത് പ്ലാൻ ചെയ്താലും കാശി എന്തൊക്കെ തീരുമാനം എടുത്താലും അതിലിനി മുതൽ കാശിയുടെ കൂടെ ഈ ലൂക്കയും കാണും. ഇനി ലൂക്കയില്ലാത്ത ജീവിതം കാശി ചിന്തിക്കേ വേണ്ട കേട്ടോ. അപ്പോൾ സംസാരിച്ചോ, ബൈ. ഇവൻ എന്താ കുഴപ്പം? മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇതൊന്നുമല്ല. അവൻ്റെ സംസാരവും അയാളൊക്കെ കണ്ടറിയാം. അവ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ. എന്തോ അവിടെ നിന്നേ. ഈ ഇടയായിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കള്ളത്തരം? നീ എന്തൊക്കെയോ ഞങ്ങളറിയാതെ കള്ളത്തരങ്ങൾ ചെയ്യുന്നില്ലേ? സത്യം പറ, എന്താടാ നീ വല്ല CID പണി ഏറ്റിട്ടുണ്ടോ? ഒരു പരിങ്ങലും പമ്മലും. പിന്നെ നിന്റെ ബോയ് ഫ്രണ്ട് ആരുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നീ അന്ന് എന്നോട് പറഞ്ഞേ? അയ്യോ, ഈ ശൈത്താനി എന്തൊക്കെ അറിഞ്ഞിട്ടാണോ വന്നേക്കണം? അതൊരു കമ്പനിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അവൻ കമ്പനി മാത്രമേ പറഞ്ഞോളൂ. ഇപ്പോഴാണ് എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ലെങ്കിലും വിളിച്ച് ചോദിക്കായിരുന്നു. അവൻ എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടി ലണ്ടനിൽ പോയിക്കോ. അല്ല ഇപ്പൊ എന്താ ലൂക്കാച്ചാൻ ഇത്ര ഡൗട്ട്? ആ ഡൗട്ടുണ്ട്. ഡൗട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഒരാൾ പിടിച്ചു നിർത്തി ചോദിക്കുന്നത്. പിന്നെ ഈ ഡൗട്ട് വരുന്നത് എങ്ങനെയാ? സംശയാസ്പദമായ രീതിയിൽ വീട്ടിലുള്ളവർ പെരുമാറുമ്പോൾ. ഈ വീട്ടിലുള്ള മുക്കാൽ ആൾക്കാരും ഇപ്പം അങ്ങനെ പെരുമാറുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമാണല്ലോ എനിക്ക് ഡൗട്ട് വരുമല്ലോ. അല്ല നീയും ആ അഭിജിത്തിൻ്റെ ഏട്ടൻ ഇരട്ട സഹോദരൻ അഭിറാമുമായിട്ട് എന്താ കമ്പനി? നിങ്ങൾ രണ്ടും കൂടെ റൂമിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എന്താ കാര്യം? എന്താ? അതാണോ? അങ്ങേര് എന്റെ ബോയ് ഫ്രണ്ടില്ലേ, ബോയ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അപ്പൊ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങേര് അത് കണ്ടു. അപ്പൊ ചോദിച്ച് ഇതാണോ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് പറഞ്ഞു, ഓ അപ്പൊ ഇവന്റെ ബോയ് ഫ്രണ്ടാണ് നീ എന്ന്. അപ്പോഴാണ് അറിഞ്ഞത് അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. അങ്ങനെ ഞങ്ങളുടെ അവനെ കുറിച്ചുള്ള കാര്യം ഞാനും ആ രാമേട്ടനും കൂടെ സംസാരിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. അതിന് വേറെ വല്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? വേറെ ഒന്നും ഇല്ലാതിരുന്നാ നിനക്ക് കൊള്ളാം. ശരി എന്നാ നടക്കട്ടെ. പിന്നെ വല്ല കള്ളത്തരം ചെയ്തിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചാ എൻ്റെ സ്വഭാവം അറിയാലോ. ഭിത്തിയിലിരിക്കും നീ ഒട്ടിപ്പിടിച്ച്. എനിക്കെന്ത് കള്ളത്തരം? എനിക്ക് ആ വക പരിപാടി അറിയത്തേ ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി എന്നാ ബൈ. നിന്റെ കിണുങ്ങൽ കണ്ടാലേ അറിയാം മോനെ ലെവിനെ. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. നീ കള്ളന് കഞ്ഞി വെച്ചവനാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ കളിയും എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ. അതെ ലൂയിസ്, നീ പറഞ്ഞ ശരിയായിരുന്നു. എനിക്ക് നിന്നോട് പ്രണയം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ 24 മണിക്കൂറും ഞാനെന്തിനാ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നത്? ഐ ഡോണ്ട് നോ. ഐ എം ഇൻ ലവ് വിത്ത് യു. എനിക്കറിയാം നീ ഇപ്പോൾ എൻ്റെ ആരൊക്കെയാണ്. പക്ഷെ ഞാനിത് നിന്നോട് പറയില്ല ഒരിക്കലും. അബി, നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. നിനക്ക് തോന്നുന്നുണ്ടോ ലൂയിസിന് നിന്നോട് യഥാർത്ഥ പ്രണയമാണെന്ന്? അബി, നീ അവരെ ട്രാപ്പിൽ വീഴരുത്. അത് വീഴാതിരിക്കാനാ.
ഞാനിവിടെ കിടന്ന് പെടാപ്പാട് വിടുന്നത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊരു ട്രാപ്പാ. അതവൻ എന്റെ മൂത്ത് നോക്കി പറഞ്ഞതാ. നീ ആവശ്യമില്ലാതെ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുത്. ആ വന്നല്ലോ അടുത്ത കള്ളക്കഥയായിട്ട്. അല്ല ഞാൻ അറിഞ്ഞുകൂടാത്തോട് ചോദിക്കാറാമേ, നിനക്കെന്നോട് ഈ ഫേക്ക് ന്യൂസും ഫേക്ക് കാര്യങ്ങളും വന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? നിനക്കാരെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞു? പൈസ ഇട്ടാത്തൊരു കളി നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇപ്പം നീ ഈ വീട്ടിൽ വന്നതുപോലും പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല നിനക്ക് വല്ലതും കിട്ടുമോ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ? എടാ നീ ഇതൊക്കെ എന്നോടുള്ള ദേഷ്യത്തിലാ പറയുന്നത്. എടാ ഓക്കെ, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നല്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല, അതെനിക്കറിയാം. നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാന്ന് നീ വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അവന്റെ ട്രാപ്പോ. അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അവൻ ഇതിനെ ഇറങ്ങി തിരിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു. അന്ന് ഞാൻ അവനോട് പോയി സംസാരിച്ചായിരുന്നു. അന്നാവും പറഞ്ഞതാ, എന്റെ കൊക്കിന് ജീവനോടേക്ക് നിന്റെ അനിയനെ ഞാൻ എന്റെ ട്രാപ്പിലാക്കിയിരിക്കുന്നു. എന്റെ പൊന്നബി, നീ ഈ മണ്ടത്തരത്തിലൊന്നും പോയി ചാടരുത്. നിനക്ക് തന്നെ ഏറ്റവും ലാസ്റ്റ് അത് ദോഷമായിട്ട് വരും. ലൂക്കേക്കാരും മൊഗാച്ചേറ്റയാ ലൂയിസ്. നിനക്കത് അറിയാത്തോണ്ടാ. ചതി എന്ന് പറഞ്ഞ അവന്റെ കൂടെ പറപ്പാ. നീ വെറുതെ നീ ട്രാപ്പിൽ പോയി വീഴരുത്. ഓ ഓ ഓ പിന്നെ വേറെ? അതെ റാമേ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇത് ട്രാപ്പാണെങ്കിലും അല്ലെങ്കിലും ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. അത് നീ ആദ്യം മനസ്സിലാക്കും. പിന്നെ അപ്പോൾ ഒരിക്കലും എന്നെ പറ്റിക്കില്ല. പ്രത്യേകിച്ച് അവനൊരിക്കലും സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. അവൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടതാ എന്നോടുള്ള പ്രണയം. അതുകൊണ്ട് നീ അധികം അതിനെക്കുറിച്ച് പറഞ്ഞ് വഴി മുടക്കാനായിട്ട് വരണ്ട, മനസ്സിലായോ? നിനക്കെന്താ നിൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ ലൈഫിൽ ഇടപെടാൻ വരുന്നില്ല, നിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നില്ല, ഒന്നിനും വരുന്നില്ല. സോ നീയും അതുപോലെ ഇങ്ങോട്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ റൂം, ഓക്കെ? നിന്നോട് പറഞ്ഞിട്ടൊരു പിണ്ണാക്കിന്റെ ബലമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അബി, ഞാൻ നിന്റെ റൂമിൽ വന്നാൽ ശരിയാ, ഇറങ്ങിയും പോവാം. എനിക്ക് അതിനൊന്നും കുഴപ്പമില്ല. നീ അതൊന്നും പറഞ്ഞതിന് എനിക്ക് വിഷമമല്ല. പക്ഷെ നീ എൻ്റെ അനിയനാണ്. അങ്ങനെ ഏവൻ്റെങ്കിലും പറ്റിപ്പോയി ഊമ്പാനായിട്ട് ഞാൻ നിന്നെ വിടത്തില്ല, കേട്ടോ? പിന്നെ ഈ കാര്യം കള്ളമാണോ സത്യമാണോ ഞാൻ നിന്റെ മുമ്പിൽ തെളിയിച്ചിരിക്കും. ഓ വന്ന ഓരോ നെഗറ്റീവ് അടിച്ച് നാശം, മനുഷ്യൻ്റെ മൂഡ് കളയാനായിട്ട്. ഇനി അവൻ പറഞ്ഞൊക്കെ സത്യമായിരിക്കും. പൈസ ഉണ്ട കമന്ന് വീഴുന്ന എവൻ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പോന്നെ? നോ വേ. ലൂക്കോന്നവിടെ നിന്നെ, എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതാ, എൻ്റെ അനിയനെ വെറുതെ ഈ കളിയിലോട്ട് വലിച്ചഴിക്കരുത്. പിന്നെ നീ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു, ഒരിക്കലും എൻ്റെ അനിയനെ ഈ കളിയിലോട്ട് വലിച്ചഴക്കണ്ട. നീയും കാശിയായിട്ട് എന്നെ തീർക്കാൻ. ഇതിപ്പോ എൻ്റെ അനിയനും കൂടെ ഇൻവോൾവ് ആയി കഴിഞ്ഞാ ലൂക്ക, ഞാൻ സത്യം നിന്റെ മുഖത്ത് നോക്കി പറയാം, ഞാനും ഇതിലിടപെടും. ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ. നിന്റെ ഏട്ടനെ പറഞ്ഞ് നീ മനസ്സിലാക്കിക്കോ. വെറുതെ അവന്റെ അടുത്ത് ഒലിപ്പിച്ച് നടന്ന് അവന്റെ മനസ്സ് മാറ്റി അവനെ വല്ലം ചതിക്കാനാണ് ആ നായിന്റെ മോന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഈ കാണുന്ന റാമിനായിരിക്കില്ല ലൂക്ക നിങ്ങൾ ആരും കാണുന്നത്. റാമിന് വേറൊരു മുഖം കൂടെ ഉണ്ട്. അത് കാണിക്കാനായിട്ടൊരു അവസരം വരുത്തരുത്. റാമേ, എനിക്ക് നിന്റെ അടുത്ത് ഇമാതിരി കോമഡി സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. അതിന് എത്ര തണ്ടിത്തരം പിടിച്ചവനായാലും ഞാൻ അംഗീകരിക്കാൻ ഉണ്ടായവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഞാൻ ലൂയിസിനോട് പറഞ്ഞിട്ടില്ല നിൻ്റെ അനിയൻ്റെ പിറകെ കിടക്കാനോ അവനെ വളയ്ക്കാനോ. അവിടെ നിന്ന് ആ ഫ്രാൻസിസ് അന്ന് വന്ന് ഐഡിയ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് നടപ്പാക്കാനോ അങ്ങനെ ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത്ര മനസാക്ഷി കുത്തില്ലാത്തവനൊന്നുമല്ല. പിന്നെ ലൂയിസായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂയിസിനുള്ളത് ഞാൻ കൊടുത്തോളാം, കേട്ടല്ലോ? അല്ലാതെ എൻ്റെ മെക്കിട്ട് കയറാൻ നീ വരണ്ട. ഞാൻ അറിയാത്ത കാര്യമായി ഇതൊന്നും. അത് നീ ആദ്യം മനസ്സിലാക്കും. അതെ, അവനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലെന്നല്ല, അവനായിട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് ഇവിടെ വന്ന് സംസാരിക്കേണ്ട അവസ്ഥ വന്നത്. അതറിയോ നിനക്ക്? ഞാൻ ചെന്നപ്പോൾ എൻ്റെ അനിയൻ അവിടെ നിന്റെ ലൂയിസിനെ പറ്റി ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന അവനെക്കുറിച്ച് വർണ്ണിച്ച്. എനിക്ക് നന്നായിട്ട് അറിയാം ലൂയിസിനെ. ലൂയിസ് ഒരിക്കലും നല്ല ഉദ്ദേശത്തിലായിരിക്കില്ല എൻ്റെ അനിയൻ്റെ അടുത്ത്. പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന പ്രേമം. ഓക്കെ, അതെനിക്കറിയില്ല രണ്ടുപേരും പ്രേമിക്കുകയാണോ ഇനി അല്ലയോ എന്നൊന്നും. ഏതായാലും നീ പറഞ്ഞ കാര്യം നീ കണ്ട കാര്യമായിരിക്കുമല്ലോ പറഞ്ഞത്. അത് ഞാൻ ലൂയിസിനോട് ചോദിക്കാം, പോരെ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ലൂയിസ് അങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കാനായിട്ട് ഞാൻ ഇടവരത്തില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. നിൻ്റെ അനിയൻ ഒരിക്കലും ചതിക്കപ്പെടത്തില്ല, പോരെ?
നീ സമാധാനമായിട്ട് പോകാൻ നോക്ക്. എനിക്ക് സമാധാനക്കേടൊന്നും ഇല്ല ലൂക്ക. അങ്ങനെ അവൻ ചതിക്കപ്പെടാതിരുന്ന നിന്റെ ഏട്ടൻ ലൂയിസിന് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ശരി, എന്നാ നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. നിന്റെ വാക്ക് മാത്രം. പോയാ ഓ പുറത്തുനിന്ന് വന്നതുപോലെ എൻ്റെ വീട്ടിലുള്ള പന്ന ഏപ്പരാച്ചി പരനാറി കാട്ടുപൂച്ച അങ്ങേരെ ഞാൻ കൊല്ലും. അങ്ങേരക്കത് എന്തിൻ്റെ കടാ? അങ്ങേരടുത്ത് ഞാൻ പറഞ്ഞതാ തേഞ്ഞ പരിപാടിക്ക് നിൽക്കല്ലേന്ന്. ഓ പരനാറി താനിവിടെ ലിസയുടെ ഈസ് ദാറ്റ് പിങ്ക് വെനം പാടിക്കൊണ്ടിരുന്നോ? താൻ എന്ത് തെറ്റിത്തരോടാ കാണിക്കുന്നത്? ഞാൻ തന്നോട് പറഞ്ഞല്ലോടാ അബിയുടെ പുറകെ നടക്കരുത്, ആ പ്ലാൻ വേണ്ടാന്ന്. പിന്നെ താൻ എന്താണോ അവൻ്റെ പുറകെ പോയി നടക്കുന്നത്? താൻ എന്താണോ വിചാരിച്ചാൽ ഞാൻ ഒന്നും അറിയത്തില്ലെന്നോ ഒരിക്കലും? താൻ ഞാൻ അറിയാതെ ഒന്നും എന്നെ സഹായിക്കാനായിട്ട് കൂടുതൽ കഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എടാ ബാഹുബലി അല്ല സോറി, ബാഹുബലി കണ്ടതിന്റെ ഹാങ് ഓവറാ. എടാ ലൂക്ക, ഞാനെന്ത് അഭിനയിച്ച് ഞാനെന്ത് കാണിച്ച്? എടാ ഞാൻ സീരിയസ് ആയിട്ടടാ, എനിക്കങ്ങനെ ഇഷ്ടമാടാ. ഡോ കള്ള അച്ചായ, തൻ്റെ നാടകം എൻ്റെ അടുത്ത് നടക്കൂല. ഒന്നുമില്ലെങ്കിലും 10-25 വർഷം ഞാൻ തന്നെ കാണാനില്ലേ? താൻ കൂടുതൽ എൻ്റെ അടുത്ത് അഭിനയിക്കല്ലേ. സീരിയസ് ആയിട്ടാ പോലും ഒന്നും. താൻ അന്ന് രണ്ടും കളിപ്പിച്ചുള്ള തലയാട്ടിയിട്ട് പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി താൻ എന്തോ വിചാരിച്ചിട്ടാന്ന്. പക്ഷെ താൻ ഇമ്മാതിരി തെറ്റിത്തരം കാണിക്കും ഞാൻ വിചാരിച്ചില്ല. എടോ താൻ ഒരാളുടെ ഫീലിങ്സ് വെച്ചാൽ കളിക്കുന്നത്, അതറിയോ തനിക്ക്? എടാ ബാഹുബലി, എടാ ലൂക്ക, സത്യോടാ എനിക്കവരെ ഇഷ്ടമാടാ. നീ എന്താണ് എന്നെ വിശ്വസിക്കാത്തെ? ബാഹുബലി തന്നെ തന്ത ആ പെണ്ണം കാണാറുണ്ടല്ലോ അയാള്. ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ ലൂയിസിച്ചായ, അപ്പൻ്റെ പരിപാടി ചെയ്യാനാണ് ഭാവമെങ്കിൽ അത് നടക്കത്തില്ല. ചതിയും കള്ളത്തരവും നുണ പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം തൊലപ്പും നുണ പറഞ്ഞ് മറ്റുള്ളവരുടെ സന്തോഷം കവർന്നെടുക്കും ഇതൊക്കെ അപ്പൻ്റെ സ്വഭാവമാണ്. അത് ഇച്ചായനെങ്ങാനും കിട്ടിയിട്ടുണ്ടാക്കി. ഇച്ചായ അത് പുറത്തോട്ടെടുക്കണ്ട, അകത്ത് തന്നെ വച്ചോ. എന്നെ അറിയാലോ, ഞാൻ ഇച്ചായനൊന്നും നോക്കത്തില്ല, കൊന്നുകളയും. അങ്ങേരെ പോലെ ഇനി ഒരു അസുര വിത്തൂടെ ഈ കുടുംബത്തിൽ വേണ്ട. അതെങ്ങനെയാടാ ശരിയാവുന്നത്? നീയും ഞാനും ഒക്കെ ആ തന്തയുടെ മക്കളെ തന്നെയല്ലേ. അപ്പൊ അതില് ചെറിയൊരു അംശമെങ്കിലും നമ്മളെ ചോരയിൽ വരാതിരിക്കും. പിന്നെ എനിക്ക് അവനെ ഇഷ്ടമാണോന്ന് ചോദിച്ചാ ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയും എനിക്ക് അവനെ ഇഷ്ടമല്ല. എന്റെ കാര്യം സാധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഭാഗം ചെയ്യിക്കാനായിട്ടൊരു ചെറിയൊരു നാടകം, അത്രേ ഉള്ളടാ. ഞാൻ അവന്റെ മനസ്സൊന്നും വേദനിപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ അവന്റെ ഇത്രയും ദിവസത്തെ പെരുമാറ്റം വെച്ച് അവൻ എന്നെ പ്രേമിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ സ്നേഹമാണെന്നും പറഞ്ഞുകൊണ്ട് അണഞ്ഞണഞ്ഞ അവൻ്റെ കൂടെ കൂടി അവന്റെയും മറ്റവന്റെയും പ്ലാനിങ് എന്താണെന്നും രഹസ്യം എന്താന്നൊക്കെ ചോന്നെടുക്കുകയാണ് എന്റെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നുമില്ല. നീ പേടിക്കാൻ വേണ്ട. ആണോ? അങ്ങനെ കഷ്ടപ്പെട്ട് ചോന്നെടുക്കാനായിട്ട് എൻ്റെ ഇച്ഛായ അങ്ങോട്ട് പോകണമെന്നില്ല കേട്ടോ. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും കാശിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ അതിനെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ എനിക്കറിയാം. അതിന് എൻ്റെ ലൂയിസ് ഇച്ചായം ബുദ്ധിമുട്ടണമെന്നില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ശരിയാ. തൽക്കാലം നീ പറയുന്ന കേൾക്കാനോ, അല്ലെങ്കിൽ നിന്റെ എൻ്റെ അപ്പനായിട്ടുള്ള സ്റ്റീഫൻ പറയുന്ന കേൾക്കാനോ, അല്ലെങ്കിൽ നിന്റെ അമ്മയും ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ഇഷാമ പറയുന്ന കേൾക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അവനെ ഞാൻ ചൂണ്ട കൊരുത്ത് വെച്ചേക്കുന്ന മീനാ. അതിനെ ഞാൻ തന്നെ തിന്നും. ഞാൻ തന്നെ തിന്നണില്ലെങ്കിൽ വളർത്തുകയും ചെയ്യും. അതിൽ നീ ഇടപെടാൻ വരണ്ട. അനിയന്റെ ഇടയ്ക്ക് നിന്നാ മതി, ഏട്ടൻ കളിക്കാൻ വരണ്ട. പറഞ്ഞു മനസ്സിലായല്ലോ? ഞാൻ ഏട്ടൻ കളിക്കാൻ വരുന്നില്ല. എനിക്ക് നീ പറഞ്ഞതും മനസ്സിലായി. ലൂയിസിനോട് ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് ഈ 4 ചോരും ഈ വീടിനകവും അപ്പൻ്റെ കൂടെ അടിക്കാൻ പോയ 10 പേരെ മാത്രമേ അറിയൂ. പിന്നെ നമ്മുടെ കമ്പനിക്കകത്ത് വന്ന് വഴക്കുണ്ടാക്കുന്നവന്മാരോട് വഴക്കുണ്ടാക്കും പോലെ അല്ല പുറത്തുള്ളവരടുത്ത്. അപ്പം നീ വിചാരിക്കും ആ പാവം പിടിച്ച അബി എന്ത് ചെയ്യാനാണ്. ഞാൻ അവൻ്റെ കാര്യമല്ല പറയുന്നത്. അവനെപ്പോലെ അതേ രൂപവും എന്നാൽ അതേ സ്വഭാവവും അല്ലാത്തൊരുത്തൻ അവൻ്റെ കൂടെ നിഴൽ പോലെ ഉണ്ട്. അത് നീ മറക്കരുത്. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ലൂയിസേ, നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരമ്മയ്ക്ക് 2 മക്കൾ പ്രസവിക്കാം, അതും ഇരട്ട കുട്ടികൾ. ആ ഇരട്ട കുട്ടികളിൽ 2 പേരും ഒരേപോലെ ഇരിക്കുന്നത്. പക്ഷെ ഒരുത്തൻ്റെ സ്വഭാവം അവൻ പഞ്ചപാവമാണ്. എല്ലാവരും കണ്ണു അടച്ചങ്ങ് ട്രസ്റ്റ് ചെയ്യും. ഭയങ്കര സെൻസിറ്റീവാണ്, എല്ലാവരോടും സ്നേഹം.
സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ അവൻ്റെ ജീവൻ കൊടുക്കും, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്ത് തെണ്ടിത്തരവും കാണിക്കും, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവരോട് അവൻ ദേഷ്യപ്പെടുന്നത്, മോശമായിട്ട് പെരുമാറുന്നു. അങ്ങനെ ഒരു വശം നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ വശം എത്രത്തോളം നെഗറ്റീവായിരിക്കും എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നീ അബിയെ പിടിച്ചുള്ള നിൻ്റെ കളി നിർത്തുന്നതാണ് ലൂയിസ് നിനക്ക് നല്ലത്. ഞാൻ നിൻ്റെ നല്ലതിനാണ് പറയുന്നത്. എനിക്ക് എൻ്റെ നല്ലതിന് നിന്നോട് ഒന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിൻ്റെ നല്ലതിന് മാത്രമാണ് പറയുന്നത്. നീ കളി ഇവിടെ വച്ച് നിർത്തിക്കോ. പിന്നെ കാണിക്കേണ്ട എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് വരരുത്, അത്രേ ഉള്ളൂ. അതെ, എൻ്റെ അനിയൊന്നാണ് നിന്ന്. എനിക്ക് നിന്റെ സാഹിത്യമൊക്കെ ഇഷ്ടപ്പെട്ടു. സാഹിത്യത്തിലുള്ള നീ പറഞ്ഞ കാര്യവും എനിക്ക് ബോധിച്ചു. എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലല്ലോ ലൂക്ക. ഏതായാലും നീ അവസാനം പറഞ്ഞ കാര്യത്തിന് ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരാം. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ തന്നെ അതങ്ങ് സോൾവ് ചെയ്തോളാം. നിന്റെ അടുത്ത് വരത്തില്ല. പോരെ? മതി, എനിക്കത് മതി. ചുരുക്കത്തിൽ പറഞ്ഞ ഈ പ്രശ്നത്തിൽ ഞാൻ ഇൻവോൾവ് അല്ല. അത് ഞാൻ റാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതറിഞ്ഞ കാര്യമല്ല. പിന്നെ അവനായിട്ട് തരുന്നതല്ല, നീയായിട്ട് എന്നെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. അനിയനാണ്, സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാനോ പീറ്ററോ ലെവിനോ ലിയോയോ വരത്തില്ല. ഞാനൊട്ടും വരത്തുമില്ല. അവന്മാരെ ഒട്ടും ഞാൻ വിടത്തുമില്ല നിൻ്റെ അണ്ണാക്കിലോട്ട്. ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പൊന്നാര ഏട്ടന നീ ഇവിടെ വച്ച് നിർത്തിക്കും. പിന്നെ ബാക്കിയെല്ലാം നിൻ്റെ ഇഷ്ടം. മോനെ ലൂക്ക, ഏതായാലും ലൂയിസ് മുന്നോട്ട് വെച്ച കളി പിന്നോട്ട് വയ്ക്കാൻ പോകുന്നില്ല. പിന്നെ അവന്റെ ട്യൂനായിട്ടുള്ള മറ്റവൻ, അവൻ പറയാതെ ഇതൊന്നും അറിയില്ലല്ലോ. അവനുള്ള ഞാൻ കൊടുത്തോളാം. അവനോട് ഞാൻ പറഞ്ഞതാ, ഞാൻ വരുന്നതും ഇങ്ങനൊന്നും സംസാരിക്കുന്നതും അവരോട് പറയരുതെന്ന്. ഇനി അവന് രണ്ടെൻ്റെ ഒന്ന് കിട്ടണം. എന്നാലും അവൻ ഇനി പറയാതിരിക്കുള്ളൂ. ഇനി ആരല്ല, എന്റെ തന്തയല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ലൂയിസിന്റെ മനസ്സ് പറയും പോലെ കേൾക്കും. ലൂയിസ് അവനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെയും കൊണ്ടേ പോവും. അതിന് ലൂയിസിന് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലൂയിസ് ചത്തന്നങ്ങ് വിചാരിച്ചാൽ മതി. അവനുള്ളത് ഞാൻ കൊടുക്കാം. വരുവാ. അതെ, ഈ മനുഷ്യരായ കുറച്ച് കൃത്യനിഷ്ഠയൊക്കെ ആവാം. ഞാൻ കുറെ നേരം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. തനിക്കെന്താ പറഞ്ഞ സമയത്തെങ്കിലും കയറി വന്നാ? താൻ പറഞ്ഞ കാര്യം ഞാൻ തിരക്കി. ഇഷാൻറ്റി ഫ്രാൻസിസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. കുറെ എൻ്റെ ഡോക്യുമെന്റ്സ് എന്തോ മിസ്സിംഗ് ആണെന്ന് മാത്രമേ പറഞ്ഞോളൂ. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞേ. അല്ല, തനിക്കെന്തിനാ ഇതൊക്കെ അറിയുന്നേ? വേറെന്തിന്? നിന്റെ അങ്കിള് പറഞ്ഞിട്ട്. നിന്റെ അങ്കിള് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയത്. എല്ലാം നിന്റെ അങ്കിള് പറഞ്ഞിട്ടാ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം നിനക്ക് ഞാൻ വാക്ക് തരാം. നിന്റെ ആന്റിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. നിന്റെ ആന്റിയുടെ അറിവോടുകൂടിയാ ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത്, നിന്റെ ആന്റി ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ അത് നിന്റെ അങ്കിളിനെ അറിയില്ല. അതൊക്കെ വിടും. ആന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ലെന്ന്? ഹലോ, എനിക്കെല്ലാം മനസ്സിലാവും. താൻ നേരെ പറ. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതിന് ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോൾ വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും ഈ റാമിന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. പോരെ? ഇപ്പൊ നീ സമാധാനപ്പെടും. ഏതായാലും നീ കൊണ്ടുവന്ന ഡീറ്റെയിൽസിനൊക്കെ താങ്ക് യു. അല്ല, ഇതിന് ഇതെന്താ ഇന്ന് പെട്ടെന്നൊരു മഴ? അതെന്താ മഴ? റാമിനെന്താ ഇഷ്ടല്ലേ? പിന്നെ മഴ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതല്ല, ഒരു മുന്നറിയിപ്പില്ലാത്ത പെയ്യൊക്കെ അതുകൊണ്ട് പറഞ്ഞതാണ്. മഴ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ലതല്ലേ കാണാനും നനയാനും എല്ലാത്തിനും. എന്നാ നമുക്കൊന്ന് നനഞ്ഞാലോ? പിന്നെ നനയാം. പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ എന്റെ പൊന്നുമായി ഇവിടെ നിന്ന് കയ്യങ്ങ് നീട്ടി കളിച്ചാൽ മതി കേട്ടാ. നനയാൻ നമ്മളൊക്കെ ഹാപ്പി ആവുന്ന ഒരു ടൈം വരും. അപ്പം നമുക്ക് ഒരുമിച്ച് നനയാം. പോരെ? പോരാഞ്ഞിട്ട് ഇന്നത്തെ മഴയിൽ നല്ല ഇടിയും ഉണ്ട്. അതുകൊണ്ട് നീ തീരെ പുറത്തിറങ്ങണ്ട, ഇവിടെ നിന്ന് കളിച്ചോ. പിന്നെ നീ കൊച്ചുകുട്ടിന്നല്ലോ അല്ലേ? പിന്നെ മഴ പെയ്തുകൊണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം എനിക്ക് തീർത്ത് പറയാൻ പറ്റിയില്ല. അതെ,
എന്തായാലും നീ നിന്റെ ഫ്രാൻസിസ് എന്ന് പറയുന്ന അസിസ്റ്റന്റിനോട് അമ്മ വിളിച്ചോന്നൊക്കെ പോയി ചോദിച്ചിട്ട് വന്നേല്ലേ? അല്ലെങ്കിൽ ഒന്നുമില്ല, നീ മഴയെ കുളിച്ചോ. നല്ല മഴയല്ലേ? ആ നല്ല മഴയാ. ഈ മഴയത്ത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ മഴയത്താ നല്ല കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് മഴയെന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റാണ്. പിന്നെ പോരാ മഴയത്തെ റൊമാൻസും വരുന്നത് നീ കണ്ടിട്ടില്ലേ? അത് നീ പറഞ്ഞ കറക്റ്റാ. മഴയത്താ നല്ല റൊമാൻസ് വരുന്നത്. അതിൽ ഈ റൊമാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ റൊമാൻസിന് വേണ്ടി? അയ്യാ, വല്ലാത്ത ആഗ്രഹമായി പോയല്ലോ. വേണ്ട ഏട്ടാ, അത്രയും വലിയ സ്വപ്നങ്ങളൊന്നും എടുത്ത മൂമ്മൻ്റെ കുഞ്ഞു തലയ്ക്കകത്ത് കയറ്റണ്ട. മിണ്ടാതെ അവിടെ നിന്നോ. റൊമാൻസ് കളിക്കാൻ വന്നേ. ഹായ്. സോറി, പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പോ എന്റെ കൺട്രോൾ പോയി. ഇറ്റ്സ് ഓക്കെ. എന്നാരും വിളിച്ചെന്ന് തോന്നുന്നു. ഞാനെന്നാ അങ്ങോട്ട് പോണേ. അയ്യോ, ഇങ്ങോട്ടല്ലല്ലോ. ശരി എന്നാ, ബൈ. പിന്നെ കാണാം. അമ്മേ. അപ്പൊ ഇനി എന്നോട് മിണ്ടുവോ? പുറത്ത് ഇത്ര നല്ല മഴയും കാറ്റും ഇടിയൊക്കെ നടക്കുമ്പോ നീ ഈ റൂമിനകത്ത് കയറിയിരുന്ന് എന്താ ചെയ്യുന്നേ? എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോ? അല്ല, ഞാനെന്തിനാ നിന്നെ വെയിറ്റ് ചെയ്യുന്നേ? അത് മാത്രല്ല, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യവും എനിക്കില്ലല്ലോ. അല്ല, നീ എന്തിനാ ഈ ടൈമിൽ എൻ്റെ റൂമിലോട്ട് വന്നേ? എനിക്കൊന്ന് കിടക്കണം, നീ പോയേ. അതിനെന്താ, കിടക്കാമല്ലോ. ഞാനും കൂടെ നിന്റെ കൂടെ കിടക്കാം. നമുക്കൊന്ന് ഒരുമിച്ച് കിടക്കാം. ദേ നോക്ക് ലൂയിസേ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ ഇമാതിരി കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് വരരുതെന്ന് ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞോളാം. നീ റൂമിൽ നിന്ന് പുറത്തു പോയേ. ഞാൻ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, എനിക്ക് കിടക്കണം. അങ്ങനെ നീ അങ്ങ് ഒറ്റയ്ക്ക് കിടക്കണമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ലല്ലോ. കാരണം ഞാൻ നിന്നോട് വന്ന് പറഞ്ഞതും കാണിച്ചതും എല്ലാം ആത്മാർത്ഥതയോടെയായിരുന്നു, ആത്മാർത്ഥതയുള്ള സ്നേഹത്തോടെ. പക്ഷെ നീ അത് പോയി നിന്റെ ഏട്ടൻ അഭിറാമിനോട് പറഞ്ഞ, അവൻ വന്ന് ലൂക്കോട് പറഞ്ഞു. ലൂക്ക വന്ന് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയ ഞാനെന്തങ്ങ് പേടിച്ച് നിന്ന് വിറയ്ക്കുമെന്ന് വിചാരിച്ചോ? നിന്നോടുള്ളത്, എനിക്ക് നിന്നോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കണം? നീ എങ്ങനെ തെളിയിക്കണമെന്നില്ല, നീ തെളിയിക്കുന്ന എനിക്ക് കാണണമെന്നില്ല. പിന്നെ അവനോട് ഞാനല്ല പറഞ്ഞത്, എനിക്കങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നീ എന്നോട് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും പറഞ്ഞിട്ടില്ല, പിന്നോടല്ല അവനോട് പറയുന്നത്. നീ വന്ന് പറയുന്ന കാശിയോട് ഞാൻ പറഞ്ഞു എന്നായിരുന്നെങ്കിൽ ഞാൻ പിന്നും മിണ്ടാതെ നിന്നേനെ. പക്ഷെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും കാശിയോട് പോലും പറഞ്ഞിട്ടില്ല. സോ ഞാൻ അവരോട് പറഞ്ഞു എന്നും പറഞ്ഞ് നീ എന്നോട് ചോദിക്കാൻ വരണ്ട. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് തെളിയിക്കണമെന്നില്ല. നീ ഇത് പോവോ? എനിക്കിത് ഉറങ്ങണം. അതൊക്കെ നീ വിട്. അവരോടൊക്കെ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവന്മാർ എന്നെ വന്ന് ആട്ടെയൊന്നുമില്ല. പിന്നെ അവന്മാരെന്തെങ്കിലും എന്നെ വന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്നെ എനിക്ക് തന്നെ വേണം. ബിക്കോസ് യു ആർ മൈൻ. മനസ്സിലായോ? പിന്നെ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നീ ഇപ്പൊ കൺഫ്യൂഷനിലാണ്. ഞാൻ പകരം വീട്ടാനാണോ അതോ ഞാൻ ഈ കാണിക്കുന്ന സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണോ എന്നുള്ള കൺഫ്യൂഷനിൽ. ആ കൺഫ്യൂഷൻ ഞാൻ നിനക്ക് മാറ്റിത്തരാം. ഇനിയിപ്പം നാളത്തേക്കും മറ്റന്നാളത്തേക്കൊന്നും വയ്ക്കുന്നില്ല, മാറ്റുന്നത് ഇപ്പൊ തന്നെ അങ്ങ് മാറ്റിത്തരാം. എടോ, തനിക്ക് വല്ല മെൻ്റലും ഉണ്ടെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം കേട്ടോ. എനിക്ക് കൺഫ്യൂഷനാണ്. എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച് തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ എനിക്കുണ്ട്. അത്ര മറ്റേ അപ്പാവിയല്ല ഞാൻ. അതുകൊണ്ട്
നീ ഇപ്പം ഈ റൂമിൽ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, പോകുന്നില്ല. കാരണം വേറൊന്നുമല്ല, നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകുന്നില്ലേ നല്ലത്? നീ തന്നെ പറ. എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് പോകുന്നില്ലേ നല്ലത്? പോരാഞ്ഞിട്ട് പുറത്ത് നല്ല മഴ, ചെറിയ എന്തെങ്കിലും നിനക്ക് തരാതെ പോയാൽ പിന്നെ ഞാനൊരാണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ ആണോ? അപ്പം ലൂയിസ് പലതും ഉദ്ദേശമായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. പക്ഷെ ഒന്നും നടക്കത്തില്ല. നിനക്കായിട്ട് വല്ലതും തെളിയിക്കണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും പോയി തെളിയിക്കാൻ നോക്കും. നിൻ്റെ സമാധാനത്തിന് ചെയ്യണമെങ്കിലും വേറെ ആരുടെയെങ്കിലും പോയി ചെയ്യാൻ നോക്കും. എൻ്റെ അടുത്ത് അത് നടക്കത്തില്ല. നീ റൂമിൽ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ ഫൈൻ, ഞാൻ പോയിക്കോളാം. ശരിയാ, എന്നോടൊരു ഫീലിങ്സ് ഇല്ലാത്ത നിന്നോട് ഞാൻ എന്ത് കാണിച്ചിട്ട് എന്തിനാ? നിന്നെ ഞാനിപ്പോൾ ഒരു കിസ് ചെയ്താൽ പോലും നീ അനങ്ങാപ്പാവെ പോലും നിൽക്കുമായിരിക്കും. ബിക്കോസ് നിനക്ക് എന്നോട് യാതൊരു ഫീലിങ്സും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്ത് കാണിച്ചാലും പ്രയോജനമില്ലല്ലോ. സോ ഓക്കെ, ബൈ, ഞാൻ പോവാം. ലൂയിസ് അവിടെ നിന്നെ, എനിക്ക് നിന്നോട് ഫീലിങ്സ് ഇല്ലാന്ന് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഒപ്പം പിന്നെ ഞാനാരാ? ഇവിടെ വാ. ലൂയിസ് നിർത്ത. നീ എന്ത് കാണിക്കുന്നേ? മതി, മാറിക്കേ. പേടിക്കണ്ട, ഇതിൽ കൂടുതലൊന്നും ഞാൻ നിന്നെ ചെയ്യില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അതറിഞ്ഞല്ലോ, അതിന് കലവലുതായിട്ട് എനിക്കൊന്നും വേണ്ട. എനിവേ, താങ്ക്സ്. ആൻഡ് താങ്ക്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. ഇതിനെക്കാളും കൂടുതൽ എനിക്ക് നിന്നെ അറിയണമെന്നുണ്ട്, പക്ഷെ അതിപ്പോൾ വേണ്ട. നീ ഇതെന്തൊക്കെ പറയുന്നേ? എനിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് സത്യ. പക്ഷെ ഞാനെൻ്റെ ഫ്രണ്ടിനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവനോട് പറയാൻ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ റിലാക്സ്. അവനോട് പറഞ്ഞാൽ അവൻ നമ്മുടെ റിലേഷന് സമ്മതിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അവൻ നമ്മളോട് നിൽക്കുമോ? ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. എനിക്ക് ഉറപ്പില്ല അവൻ സമ്മതിക്കുമെന്ന്. ഒന്നാമത് നീ ലൂക്കയുടെ ബ്രദറല്ലേ? എനിക്കറിയില്ല. സോ അപ്പം നമുക്കിത് തൽക്കാലം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുവന്നില്ലേ നല്ലത് നമുക്ക് രണ്ടുപേർക്കും. പിന്നെ സാവകാശം നമുക്ക് അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. അത് മതി. പക്ഷേ നീ ചീറ്റ് ചെയ്യാനുള്ള പുറപ്പാടൊന്നുമല്ലല്ലോ അല്ലേ? ഐ മീൻ, ഇതൊന്നും നിൻ്റെ ആക്ടിങ് അല്ലല്ലോ. അല്ല, ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യോ? ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യില്ല. ഐ പ്രോമിസ് യു. ഒരിക്കലും നിന്നെ ചീറ്റ് ചെയ്യില്ല. ഒരിക്കലും നിന്നെ ഒറ്റയ്ക്ക് അയക്കില്ല. എന്തിനും ഞാൻ നിന്നോട് കാണും, ഉറപ്പ്.